ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ക്രിയേഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാചക വീഡിയോയുമായിട്ടല്ല, മറിച്ച് ഒരു യുവ കർഷകൻ്റെ വിജയകഥ പറയാനാണ്. കപ്പ കൃഷി നടത്തി വിജയം കൊയ്ത ഒരു വ്യക്തി. അദ്ദേഹം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കോവിഡ് പ്രതിസന്ധികളിൽ ജോലി അല്ലെങ്കിൽ വർക്കില്ലാതെ ഇങ്ങനെ ഒരു ഇതിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിയാണ്. ബേസിക്കലി അദ്ദേഹം ഒരു ഡ്രൈവറാണ്. കോവിഡ് ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുത്തുകയും വർക്കുകളില്ലാതെ വീട്ടിലിരുത്തുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൃഷി വിപുലമായ രീതിയിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം ഡ്രൈവർ ആയിരുന്നു എങ്കിൽ കൂടി മുന്നേ തന്നെ കൃഷിയിൽ താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ പലതരത്തിലുള്ള കൃഷികൾ, പച്ചക്കറി കൃഷിയും അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ അദ്ദേഹം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ കോവിഡ് ആയപ്പോൾ ആ ഒരു സമയം ലാഗിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിപുലമായ രീതിയിൽ തന്നെ അദ്ദേഹം കപ്പ കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, വിജയകഥ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ കപ്പത്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം, അദ്ദേഹത്തെ പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്ഡേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടാതെ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളും തന്ന് പ്രോത്സാഹനമാകണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. രാവിലെ നമ്മുടെ മോഹൻ്റെ കപ്പത്തോട്ടത്തിലേക്കാണ്. പുള്ളിയിലാണ് ഈ ഏരിയ കംപ്ലീറ്റ് കപ്പ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ പറിച്ച് വിൽക്കാനും പിന്നെ അതുപോലുള്ള അടുത്ത ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഇത്രത്തോളമായി. പുള്ളി ഇതിൻ്റെ അതാ ഒരാൾ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് മോഹനൻ, നമ്മൾ മോഹൻജി എന്ന് വിളിക്കുന്ന മോഹനൻ. പുള്ളിത ഒരു കപ്പയുടെ കട പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പറിച്ചുകൊണ്ടിരുന്ന കടകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത രീതിയിൽ കടകളുണ്ട്. ഇപ്പോൾ കപ്പ നിലവിലുള്ളത് ഇത്രയും ഈ കാണുന്ന അത്രയും ഏരിയയിലാണ്. ഏകദേശം ഒരു ഏക്കറോളം ഭാഗത്ത് മൊത്തത്തിൽ കപ്പ കൃഷി തന്നെ ആയിരുന്നു. അപ്പോൾ പലർക്കായിട്ട് പല സമയങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് പറിച്ച് ഏകദേശം ഇപ്പോൾ കഴിയാറായി തുടങ്ങി. ഇതിപ്പോൾ നട്ടിട്ട് എത്ര മാസമായി? ഒരു കൊല്ലം. ആ അതെ. ഈ ഇതിൽ ശല്യം, പെരിച്ചാഴി, തുരപ്പനുള്ള ഒന്നുമില്ലല്ലോ അല്ലേ? ആ നോക്കാം.
പറിച്ചിട്ടുള്ള കപ്പക്കമ്പുകളിൽ നിന്ന് ആ കട വെട്ടി മാറ്റണം, ഓരോന്ന് വേറെ വേറെ മാറ്റി ഒതുക്കി, അതായത് പുറത്ത് കൊടുക്കുന്നതിനും അതിനുള്ള പാകപ്പെടുത്തലുകളാണ്. ഏകദേശം ഒരു കപ്പ അത് മൂട് പറിച്ചു കഴിഞ്ഞാൽ ഒരു 1.5-2 ഒരു മൂടുന്നുണ്ട്. അതെയാ? ആ അതിൽ നിന്നാണ് അതിൻ്റെ കൊണ്ട് ഏകദേശം ഡെയിലി ഇത്ര തന്നെ പറിക്കും മിനിമം. ആ ആ ആ വാങ്ങുന്നു. ആ ആ അത്യാവശ്യം കനുള്ള സാധനമാണ്. ഞാനത് അന്ന് കൊണ്ടുപോയിട്ട് വെച്ചുട്ടാ. സാധനം ടേസ്റ്റ് സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം പൊടി ഉള്ള സാധനമാണ്. ആ ആ ആ പുറത്തുനിന്നാണ് പറിച്ചത്. ആ ആ ആ ഇതാണ് ഇതിൻ്റെ നല്ല വേവുന്നുള്ളതിൻ്റെ തെളിവാണിത്. ശരി. ഒരു ചുവന്ന കളർ വരും. അതിൽ ഒരു തളർച്ച മതി. അല്ലെങ്കിൽ ചിലതിന് വെള്ളമാക്കണം. അതിനാണ് ചുവന്ന കൊണ്ട് നല്ല മൂട്ട നന്നായി വേവുന്നുള്ളത്. മറ്റേതാണെങ്കിൽ വെള്ള കളറിൽ വെള്ള കളറിൽ ഇതല്ലാതെ വീട്ടിലെന്തെങ്കിലും ചില്ലറ ഇപ്പൊ പിന്നെ കപ്പ കൃഷിക്ക് എന്താ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് ഇത് വിത്ത് ഒന്നുമില്ല. അതെയാ? ആ ആ അത് ശരി. കൃഷി ഭവന അപ്പോൾ യാതൊരു വിധത്തൊന്നും നമുക്കിതൊന്നും കിട്ടാനില്ല. അപ്പോൾ അവർ ഈ പഞ്ചായത്ത് ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം നമ്മൾ സ്വന്തം ഇതാക്കുക എന്ന് പറഞ്ഞിട്ട് അതെന്ത് ഏത് പദ്ധതിയാണ്? ആ അതിന് മുന്നേ ചെയ്ത് തുടങ്ങിയതാണ്. ആ ഓക്കെ ഓക്കെ. ആ ആ ഫ്രണ്ട് കൂടി പോയി. ആ നമുക്കിതിൽ എന്ത് വളം മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇല്ല, നമ്മളിതിൽ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് എല്ലുപൊടി, അതേപോലെ വേപ്പ് മണ്ണാക്കി, കടല മണ്ണാക്കൊക്കെയാണ് തുടക്കം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു വളം ചെയ്തിട്ടില്ല. അതെ അതെ. മണ്ണിൻ്റെ മണ്ണ് പിന്നെ നല്ല വെയിലാണ്. ഇതിന് ഈ പുള്ളിക്ക് ഏറ്റവും പ്രധാനം വെയിലാണ്. ആ അത് ശരി അത് ശരി. അതാണ് നമ്മൾ അവിടെ കാണുന്ന പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ കാനലിൻ്റെ പ്രശ്നം കാരണമാണ് ആ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല അവർക്ക് കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ആ ആ അങ്ങോട്ടൊക്കെ കുറച്ച് കുറച്ച് വെയിലിൻ്റെ മരങ്ങൾ ആ ഏരിയ പ്രധാനമായിട്ടും വെയിൽ ആണ് വേണ്ടത് ഏത് കൃഷിക്കും. അതെ അതെ അതെ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഇതൊരു ഒരു ഏക്കറ ഇതിൽ ഒരു ഏക്കറാണ്. ഇതിലെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരേ ഏക്കറോളം സാധനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ മോഹനൻ തനിച്ചാണ് എന്നുള്ളതാണ്. പണിക്കാരെ ആരും വെച്ചിട്ടില്ല. അതിലാകെ കൂടി ഉപയോഗിച്ച ഒരു ട്രാക്ടറിൻ്റെ സഹായം മാത്രമാണ് ഫസ്റ്റിൽ ആ ഒരു ഏരിയകൾ, അതായത് ആകെ കാട് പിടിച്ച് എടുക്കുമായിരുന്നു ഈ പ്രദേശം മൊത്തം. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിനെ ലെവലാക്കാൻ വേണ്ടി മാത്രം ട്രാക്ടർ ഉപയോഗിച്ചു. കൂടാതെ വേറെ ഒരു ആളുടെ സഹായമോ അല്ലെങ്കിൽ മറ്റുള്ള യന്ത്ര സഹായമോ ഒന്നും ഇല്ലാതെയാണ് ഇത്രയും ഏരിയ കൃഷി ചെയ്ത് തനിച്ച് കൃഷി ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം ഈ ഒരു യുവ കർഷകൻ്റെ ഈ ഒരു അധ്വാനത്തിൻ്റെ പേരിൽ. തീർച്ചയായും ഇത് ഇനിയും
ഈ ആ ഫസ്റ്റ് ടൈമിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിനൊരു അത്യാവശ്യം ചെറിയൊരു ചിലവ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു എന്താ പറയുക കമ്പ് കൊണ്ടുവരുന്നതിനും ഇതൊക്കെയായിട്ട് തവനൂർ തവനൂരിൽ നിന്ന് മറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കപ്പയ്ക്ക് ഒരു വേറെ പ്രത്യേകത ഉണ്ട്. വെറൈറ്റി വേറെ തരം കമ്പാണ്. നമ്മൾ സാധാ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു തരം നാടൻ തന്നെയാണ്. പക്ഷേ അതിനൊരു വണ്ണം ഇതൊക്കെ ഒരു വേറെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റിലുള്ള ഒരു ഇനീഷ്യൽ ചിലവ് എന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത്രയും ഭാഗത്തെ ഒന്നും കൂടിയും ക്ലിയർ ചെയ്തെടുക്കാൻ മാത്രമുള്ള ഒരു ചിലവേ വരുള്ളൂ. ബാക്കിയുള്ള എല്ലാം കമ്പുകളും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു തുടർക്കഥയാവട്ടെ. മാത്രമല്ല ഞാനിപ്പോൾ ഈ പറിക്കലും വെട്ടി കടയിൽ കൊടുക്കൽ വരെ ഞാൻ ടെൻഷൻ. അതെ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വെച്ചുണ്ടാക്കൽ മാത്രമല്ല, കൃഷി ചെയ്യൽ മാത്രമല്ല, കടയിൽ കൊടുക്കും, തൂക്കം കണക്കാക്കിയിട്ട് ഷോപ്പിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഇന്നത്തെ കാലത്ത്, അതായത് ഈ ന്യൂജൻ സിറ്റുവേഷനിൽ ആരും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഇത് എല്ലാം. അതായത് കപ്പ കൃഷിയുടെ A to Z എന്ന് തന്നെ പറയാം ഈ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇദ്ദേഹത്തിന് ആശംസകൾ നേരാം. ഇനിയും ഒരുപാട് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വേറെ തരത്തിലുള്ള കൃഷി, അതായത് ചേമ്പ് ചേന അങ്ങനെയുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേറെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. നമുക്ക് ആ വ്യക്തമായ വിവരങ്ങളിലേക്ക് പിന്നീട് നമുക്ക് ചേരാം. അതുവരെ ബൈ.